ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 17-ാം ദിവസം. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധവും ആത്മപരിശുദ്ധിയിലേക്കുള്ള ഏറ്റവും ആഴമുള്ള യാത്രയുമാണ് വലിയ നോമ്പുകാലം. യേശു ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടത്തി സാത്താൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ച അതേ മാതൃകയിൽ വിശ്വാസികൾ തങ്ങളുടേതായ ആത്മപരിശോധനയും മാനസാന്തരവും ആത്മീയ നവീകരണവും ആരംഭിക്കുന്ന സമയമാണിത്. ക്രൂശിൻ്റെ വഴിയിലൂടെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുന്ന ഈ യാത്ര നമ്മുടെ ജീവിതത്തെ പുതുക്കുകയും ദൈവസാന്നിധ്യത്തിൽ ശക്തരാകുകയും ചെയ്യുന്നു. അല്പസമയത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു റാത്തിലെടുത്തു യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യേശുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൊന്നാണിത്. ക്രൂശ് മരണത്തിൻ്റെ 6 ദിവസം മുൻപ് ബെഥാനിയയിൽ നടന്ന ഈ സംഭവം യഥാർത്ഥ ആരാധന, ത്യാഗം, വിനയം എന്നിവയുടെ ആഴത്തിലുള്ള ആത്മീയ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു. പ്രധാനമായും 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നോമ്പ് വെറുമൊരു ഉപവാസമല്ല, ഹൃദയ സമർപ്പണമാണ്. മറിയത്തിൻ്റെ ആരാധന വെറുമൊരു ആചാരമായിരുന്നില്ല, അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന സ്നേഹത്തിൻ്റെ പ്രവാഹമായിരുന്നു. മറിയ ചെയ്തത് വെറുമൊരു ചടങ്ങായിരുന്നില്ല, അവൾ യേശുവിനെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിനോടുള്ള നന്ദിയും സ്നേഹവും അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. യഥാർത്ഥ ആരാധന ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്, പുറം കാഴ്ചയല്ല, മറിച്ച് ആന്തരിക സമർപ്പണമാണ് ദൈവം അന്വേഷിക്കുന്നത്. വലിയ നോമ്പിൽ നമ്മൾ ഉപവാസം പാലിക്കുന്നു, പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഹൃദയം മാറാതെ എന്തു ചെയ്താലും അതിനൊരു അർത്ഥമുണ്ടാകുകയില്ല. ദൈവം അന്വേഷിക്കുന്നത് ഉപവാസത്തേക്കാൾ കൂടുതൽ പശ്ചാത്താപമുള്ള ഹൃദയമാണ്. രണ്ടാമതായി, ത്യാഗത്തിലൂടെ വരുന്ന ആരാധന. മറിയ ഉപയോഗിച്ച തൈലം അതിവിലയേറിയതായിരുന്നു. അത് വേണമെങ്കിൽ അവൾക്ക് സൂക്ഷിച്ചു വെക്കാമായിരുന്നു. എന്നാൽ അവൾ അത് യേശുവിന് നൽകി. മറിയ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് വിട്ടുകൊടുത്തപ്പോൾ അവൾക്കൊന്നും നഷ്ടമായില്ല, മറിച്ച് അവൾ ചരിത്രത്തിൽ ഇടം നേടി. വലിയ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നതും ത്യാഗമാണ്. നമ്മുടെ സ്വാർത്ഥത, അഭിമാനം, പാപശീലങ്ങൾ ഇവയെല്ലാം യേശുവിൻ്റെ കാലുകളിൽ വെച്ചു വിടേണ്ട സമയമാണിത്. യഥാർത്ഥ നോമ്പ് നമ്മെ അകത്തു നിന്ന് മാറ്റുന്ന ത്യാഗമാണ്. മൂന്നാമതായി, കണ്ണീരോടെ ചെയ്യുന്ന ആരാധന. മറിയം മുടി കൊണ്ട് യേശുവിൻ്റെ കാലുകൾ തുടച്ചത് വിനയത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അടയാളമാണ്. മറിയ യേശുവിൻ്റെ തലയിലല്ല, കാലുകളിലാണ് തൈലമൊഴിച്ചത്. ഇത് അവളുടെ വിനയത്തെയും കീഴടങ്ങലിനെയും സൂചിപ്പിക്കുന്നു. കാലുകൾ ദാസ്യതയുടെ അടയാളമായതിനാൽ അവൾ യേശുവിനെ തൻ്റെ കർത്താവായി അംഗീകരിക്കുകയും സ്വയം അവൻ്റെ മുൻപിൽ താഴ്ത്തുകയും ചെയ്തു. കൂടാതെ അവൾ തൻ്റെ മുടി കൊണ്ട് യേശുവിൻ്റെ കാലുകൾ തുടച്ചത് തൻ്റെ മഹത്വവും അഭിമാനവും അവർ സന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. വേദഭാഗം ഇപ്രകാരം പറയുന്നു: മറിയം തൈലമൊഴിച്ചതോടെ വീട് മുഴുവൻ സുഗന്ധം നിറഞ്ഞു. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ഒരാൾ യേശുവിനെ ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ അവരുടെ ജീവിതം മാത്രമല്ല, അവരുടെ ചുറ്റുപാടുകളും അനുഗ്രഹീതമാകുന്നു. സ്നേഹവും ക്ഷമയും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതിനാൽ യഥാർത്ഥ ആരാധന വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, മറിച്ച് സമൂഹത്തെ സ്വാധീനിക്കുന്ന ശക്തിയുമാണ്. ഈ സംഭവം ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. പലപ്പോഴും ആരാധനയെ പുറം ആചാരങ്ങളായി മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ആരാധന ജീവിതത്തിലൂടെ പ്രകടമാകേണ്ട ഒന്നാണ് എന്നാണ്. ദൈവത്തിന് നമ്മുടെ സമയം, കഴിവുകൾ, സമ്പത്ത്, ഹൃദയം എന്നിവ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത്. മറിയത്തിൻ്റെ സമർപ്പണം യഥാർത്ഥ ആരാധനയുടെ മാതൃകയായി നിൽക്കുന്നു. അവളുടെ സ്നേഹവും ത്യാഗവും വിനയവും ഇന്നും വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നു. നമ്മളും നമ്മുടെ ജീവിതം യേശുവിൻ്റെ കാലുകളിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഗന്ധമായ ആരാധനയായി മാറുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായി തീരുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞതുമായ സ്വർഗ്ഗപിതാവേ, മറിയ നിന്റെ കാലുകളിൽ തൈലം ഒഴിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയം മുഴുവനും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ത്യാഗമുള്ള സമർപ്പണത്തിൽ ഞങ്ങളെ നടക്കാൻ ശക്തിപ്പെടുത്തണമേ. ഈ നോമ്പുകാലത്ത് പാപം ഉപേക്ഷിക്കുവാനും സ്നേഹത്തിൽ നിന്നുയർന്ന ആരാധന അർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.